ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ ക്രാഫ്റ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇരിങ്ങത്ത്, കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രാഫ്റ്റ് വില്ലേജ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ഇപ്പം ഇവിടെ ഒരു ഫെസ്റ്റിവൽ പോലെ നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള അങ്ങനെ ക്രാഫ്റ്റ് വില്ലേജ് എത്തി കേട്ടോ. എല്ലാ തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എപ്പോഴും ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ടാവും. ഇതൊരു റിസോർട്ട് സെറ്റപ്പാണ്. അപ്പം ഒരു ലുക്കാണ് കാണാൻ. പക്ഷേങ്കിൽ എല്ലാ വർഷവും ഡിസംബർ ഒരു 28 മുതൽ ജാനുവരി 11 വരെ ഇപ്പോഴത്തെ പരിപാടി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. ക്രാഫ്റ്റ് ഐറ്റംസ് മറ്റ് രാജ്യങ്ങളിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുന്നതിന് മുമ്പേ അത് നമ്മൾ വയറ് നിറയ്ക്കാം, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യതാണ്. അപ്പം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കച്ചൂരിയാണ് കഴിച്ചത്. നോർത്ത് ഇന്ത്യൻസ് ഒരു വെറൈറ്റി ഐറ്റംസാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. കാരണം ഒരു പുളിയും മധുരമാണ്, കാരണം അവരുടേതായൊരു മസാലയൊക്കെയാണ് കേട്ടോ. പക്ഷേ വലിയ പ്രശ്നമില്ലാണ്ട് ഒക്കെ കഴിച്ച് ഞങ്ങൾ. അപ്പം ക്രാഫ്റ്റ് വില്ലേജിൻ്റെ സൈഡിലായിട്ട് വരുന്നൊരു പുഴയാണ്. ഇവിടെ എല്ലാമെന്ന് പറഞ്ഞാൽ കുറേ ബോട്ട് സർവീസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറയാനൊന്നും കഴിയില്ല, കാരണം ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പുഴ വരുന്നത്. ഇവിടെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഒരു നൈറ്റ് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ റിസോർട്ട് പോലെ ആയതുകൊണ്ട് കല്യാണ പാർട്ടീസൊക്കെ നടക്കും കേട്ടോ. ഇത് ഒരു സ്റ്റോളാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഊളനൂല് കൊണ്ട് ഒരു സൂചി കൊണ്ട് അവരിങ്ങനെ തുന്നി നെയ്യുന്നതാണ്. ഹാൻഡ് മെയ്ഡാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ ടോയ്സാണത്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അവരെയും നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേങ്കിൽ ഇതിന് അവർ ഭയങ്കര റേറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഇവരിത് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തോട്ടത്തിലൊക്കെ കുത്തുന്ന സേഫ്റ്റി പിൻ പോലത്തെ ഫാൻസി പിന്നാണ്. ട്രൈബൽ ഐറ്റംസ്. ഈ ഐറ്റംസ് ഞാൻ പണ്ടേ എപ്പോൾ നോക്കി വെച്ചാട്ടോ. ഒരു പുതിയ വീടൊക്കെ എടുക്കുമ്പോൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ല. തോണി തുഴയുന്ന ആളുകൾ, പിന്നെ അമ്മ ഒരു ഭാഗത്ത് തപ്പുന്നു, ഞാനൊരു ഭാഗത്ത് തപ്പുന്നു. പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ പർച്ചേസ് ചെയ്യാൻ. ഇച്ചിരി വില കൂടുതലാണേ. ഇവിടെ എന്താണെന്ന് ഇങ്ങനെ കുറേ പിന്നെ വീട്ടിലൊക്കെ തൂക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ, ഇങ്ങനെ ഒരു ഷോയ്ക്ക് തൂക്കാൻ പറ്റിയ ആനക്കുട്ടി, അങ്ങനെ കുറേ സാധനം അതും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാഗിൻ്റെ ഷോപ്പിലാണ്. ഇത് ഫുള്ള് സ്റ്റോണാണ്, കല്ലുകൊണ്ട് അവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൊരു പേഴ്സും ബാഗും മേടിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്യുമ്പോൾ 2 എണ്ണമൊക്കെ എടുക്കുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാത്ത ഐറ്റംസ് ആയതുകൊണ്ട് നമുക്കത് ഇട്ടിട്ട് പോരാനും തോന്നില്ല. അടിപൊളിയല്ലേ കാണാൻ, എന്ത് ഭംഗിയല്ലേ. എത്ര ടൈം എടുക്കും ഇതൊക്കെ ചെയ്യാൻ. ഈ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഈ 7 കുതിരകൾ എന്ത് മനോഹരമായിട്ട് അവർ വരച്ചത്. പിന്നെ ഇത് ജൂട്ടിൻ്റെ ചെരുപ്പാണ് കേട്ടോ. ജൂട്ട് കലങ്കാരി ഡിസൈൻ ചെയ്ത്. ഇതൊക്കെ വെറൈറ്റി സാധനമാണ്. ഇതൊന്നും അങ്ങനെ കാണലില്ലല്ലോ. ഇങ്ങനെയുള്ള രാജ്യത്ത് നിന്ന് ആൾക്കാർ വരുമ്പോഴാണ് നമ്മളിതൊക്കെ കാണുക കേട്ടോ. ടൈപ്പ് ഓഫ് സ്ക്രബ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ മോഡൽ ഐറ്റംസാണ്. ഈ പാർക്ക് അങ്ങനെയുള്ള ഗാർഡൻസിലൊക്കെ വെക്കുന്ന ഐറ്റംസ്. റാന്തൽ വിളക്ക്, വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിസോർട്ട്, വീടിൻ്റെ ഒക്കെ മുമ്പിൽ വെക്കാൻ പറ്റിയ കുറേ ഐറ്റംസാണ്. അങ്ങനെ അത്യാവശ്യം സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇനിയും കാണാനുണ്ട്. ഇനി ആരെയും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്നോട്ടെ. അടിപൊളിയാണ്, കുറേ കാണാനുണ്ട്. ബൈ.